പാമ്പ് പിടുത്തക്കാരൻ വാമ സുരേഷ് പാമ്പിനെ പിടിക്കാനൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലും കാലൊക്കെ പാമ്പ് കടിച്ചിട്ട് അദ്ദേഹം അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലായിരിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പാമ്പിനെ പിടിക്കാതെ തന്നെ പാമ്പ് നമ്മുടെ പുറകെ വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇദ്ദേഹത്തിന്റെ പേര് ലത്തീന എന്നാണ്. അപ്പോൾ ഇദ്ദേഹം ഇതുവരെ 38 പ്രാവശ്യം പാമ്പിന്റെ കടിയേറ്റു, അതും അണലി. അപ്പോൾ ഇദ്ദേഹം എവിടെ താമസിച്ചാലും, ഏത് റൂമിനകത്ത് ഇരുന്നാലും കിടന്നാലും അല്ലെങ്കിൽ എത്ര വീട് മാറിപ്പോയാലും ലോകത്ത് എവിടെ ചെന്നാലും ഇദ്ദേഹത്തിന്റെ പിന്നില് ഒരണലി എപ്പോഴും ഉണ്ടാവും. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിനും അറിയില്ല. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നവരെ കണ്ടു, ആർക്കും അറിയില്ല. അപ്പൊ 38 പ്രാവശ്യം അണലിൽ കണ്ടു. ഇതിനകത്ത് 2-3 പ്രാവശ്യം ആള് അല്പം സീരിയസ് ആയി പോയി, മരണത്തെ നേരിട്ട് കണ്ടു. പക്ഷെ അവിടെ നല്ല രക്ഷപ്പെട്ടു. ഇപ്പോ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥാനത്ത് അദ്ദേഹത്തിന് എപ്പോൾ പാമ്പ് കടിച്ചാലും അത് ഏക്കാത്തൊരവസ്ഥ, വിഷം ശരീരത്ത് ഏക്കില്ല. പക്ഷെ പാമ്പിന്റെ കടിയുടെ പാടമൊക്കെ അവിടെ ഉണ്ടാവും, നല്ല കടിയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒരു അത്ഭുത വ്യക്തിയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. പേര് ലത്തീന എന്നാണ്. അപ്പൊ നമുക്ക് ലത്തീന ചേച്ചിയോട് തന്നെ കാര്യം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം കോതമംഗലത്താണ്. ഇത് എത്ര വർഷമായിട്ടാണ് പാമ്പ് ഇങ്ങനെ പുറകെ കൂടി തുടങ്ങിയിട്ട്? 3 വർഷമാണ്. എന്താ കാരണം എന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രോട്ടീന്റെ ഒരു പ്രശ്നമാണ് പറഞ്ഞത്. നമ്മുടെ ബ്ലഡിലുള്ള പ്രോട്ടീൻ ആണ് അവർക്കത്. അതിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ടെന്ന്. സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ എവിടെയാണെങ്കിലും ആണല്ലേ ഓടി വരിക. ശരിക്കും ഇങ്ങനെ ചേച്ചിനെ പോലെ ലോകത്ത് തെറ്റാരെങ്കിലും ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടോ? വേറെ 2-3 പേരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു. 2-3 പേര് ഇതേ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ശരിക്കും എത്ര പ്രാവശ്യം ഈ പാമ്പിന്റെ കടി ആദ്യമായിട്ട് ഏറ്റ സമയത്ത് സീരിയസ് ആയിരുന്നു? പ്രശ്നം ഗുരുതരമായില്ലായിരുന്നു? ആദ്യത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ രണ്ടാമത്തത് ഗുരുതര. ഏത് ഹോസ്പിറ്റലായിരുന്നു അത്? നമ്മൾ വാളകത്ത് ഹോസ്പിറ്റലിലാണ് പോയത്. ഇവിടെ കോതമംഗലത്ത് വന്നിട്ടാണ് വാളകം ഹോസ്പിറ്റലിലേക്ക് പോയത്. ഗുരുതരമായിരുന്നു അല്ലേ? ഗുരുതരമായിരുന്നു. ബ്ലഡ് ഛർദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ രോമകൂപം വഴിയുള്ള ബ്ലഡൊക്കെ വഴിയൊക്കെ. 2-3 പ്രാവശ്യമാണ് ഇപ്പൊ നമുക്ക് അത്ര ക്രിട്ടിക്കലിലേക്ക് വന്നത്. ബാക്കിയൊക്കെ വലിയ പ്രശ്നമില്ലാണ്ട് അങ്ങ് കടന്നുപോയി. ആ സമയത്ത് പ്രഷർ ഹൈ ആവും, അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ്. ഞാൻ ചോദിക്കട്ടെ, എവിടെ കിടന്നാലും പാമ്പ് വരും അല്ലേ? എവിടെ കിടന്നാലും. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും അടച്ചുറപ്പുള്ള മുറിയില് ഈ കോൺക്രീറ്റ് റൂമിനകത്ത് ഈ പാമ്പ് മണം പിടിച്ച് വരിക എന്ന് പറഞ്ഞാൽ അത്ര. അപ്പൊ ചേച്ചിയുടെ ശരീരത്തിൽ നിന്ന് അതിന് കിട്ടേണ്ടുന്ന എന്തോ ഒരു ഗന്ധം ഭയങ്കര ആയിട്ട് ചെല്ലുന്നുണ്ട്. നമുക്കൊക്കെ നമ്മൾ നല്ല ചുരുക്കി പറഞ്ഞ കളിയൊക്കെ സംസാരിക്കുന്നുണ്ട്, ദുഃഖത്തിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മൾ നല്ല ബീഫിന്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ നല്ല ഹോട്ടലിലേക്കൊക്കെ കയറി ചെല്ലുന്ന അവസ്ഥ ആലോചിച്ചു. എന്ന് പറഞ്ഞ പോലെ ഈ പാമ്പിനും ആ രീതിയിലുള്ള ഒരു സ്മെല്ലടിക്കുന്നുണ്ടാവണം, അവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലേ? അങ്ങനെ എന്തോ അവർക്കൊരു ഇരയാണെന്നോ അങ്ങനെ ഒരു തോന്നലൊക്കെ ആയിരിക്കും ഒരു പക്ഷെ. ഈ 38 പ്രാവശ്യം പാമ്പ് കടിച്ചിട്ട് ശരീരത്തിനുണ്ടായ സൈഡ് എഫക്ട്സ് ഏതെങ്കിലും രീതിയിൽ അത് തോന്നിയിട്ടുണ്ടോ? കണ്ണിന് കാഴ്ച കുറയുക, ചെവിക്ക് കേൾവി കുറയുക, പിന്നെ പ്രഷർ ഹൈ ആവുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. ആദ്യമൊക്കെ ശരീരത്തിൽ നമുക്ക് ചെറിയ ചെറിയ മുറിവുകളൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. ഇപ്പൊ വലിയ കുഴപ്പമില്ല. പിന്നെ ലത്തീന ചേച്ചി പറഞ്ഞൊരു കാര്യം, ഇവരുടെ ബ്ലഡിന് നല്ല കറുപ്പ് കളർ അല്ലേ? കറുത്ത കളർ ബ്ലഡാണ്. അപ്പൊ ഡോക്ടർ അതിന് എന്താ പറഞ്ഞത്? അത് ഈ വിഷത്തിന്റെ പ്രോട്ടീന്റെ ഒരു പ്രശ്നമാണ്. 3 പ്രാവശ്യം പാമ്പ് കടിച്ചതിന് ശേഷം പിന്നെ പാമ്പ് കടിച്ചാലും ഹോസ്പിറ്റലിൽ പോകാറില്ല? എല്ലാത്തിനും ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അപ്പോ ശരിക്കും ഈ ഒരൊറ്റ കേസിൽ നിങ്ങൾ ഫാമിലി വല്ലാത്ത രീതിയിൽ ഒരു മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടാവും. ഒന്ന് പറഞ്ഞു, എങ്ങനെയാ അതിന്റെ ഒരു സാഹചര്യങ്ങള് ഇതുവരെ? ആദ്യമായിട്ട് വിഷം തൊട്ട് കഴിഞ്ഞപ്പോ അവിടെ അടുത്തുള്ളൊരു വൈദ്യരാണ് കണ്ടത്. അവിടുന്ന് പച്ചമരുന്ന് ചെയ്തു. 3 മാസത്തോളം ഇരുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോ പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ പോകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര പ്രാവശ്യം പാമ്പിനെ കണ്ടിട്ടുണ്ട്? അത് കണ്ടിട്ടുണ്ട്, കുറെ കണ്ടിട്ടുണ്ട്. പിന്നെ അതല്ലാതെ പാമ്പിന്റെ കടി പിന്നെ അങ്ങനെ കണ്ട് പിന്നെ ചിലപ്പോ പേടി മാറി. പിന്നെ ചിലപ്പോ പാമ്പിന്റെ കടി മാത്രം ഏറ്റിട്ട് പാമ്പ് കടിച്ചാന്ന് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. കാരണം നീരും വേദനയും, തലവേദന, പിന്നെ പല്ലിന്റെ പാടൊക്കെ പാടുണ്ടാവും. ശരിക്കും ഒരു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു ഈ നമ്മളൊരു ലോകപരമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് തിരിക്കാനും മറിക്കാനും ഒന്നും പറ്റില്ല. പക്ഷെ എന്തെങ്കിലും ഇത് എന്തൊരു സാഹചര്യം കൊണ്ടായിരിക്കും എങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങളുടെ ഒരു തോന്നല് മനസ്സിൽ? അതറിയില്ല. എന്നാലും ഇതിങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചേർത്ത് നിർത്തുക, അതല്ലാതെ വേറെ നിർവാഹമില്ല. മോളെ എപ്പോഴെങ്കിലും ഒക്കെ പാമ്പിനെ കണ്ടിട്ടുണ്ടോ? കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പൊ പാമ്പിന് പണ്ട് പേടിയായിരുന്നിരിക്കും ഒരു പക്ഷെ, ഇപ്പൊ പേടിയുണ്ടോ?
പണ്ട് ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു. ഇപ്പൊ ഒട്ടും പേടിയില്ല, കാരണം പാമ്പിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, പേടിയില്ല. ടെൻഷൻ ഉണ്ടോ കൂട്ടാ അങ്ങനെ നമ്മൾ പാമ്പിനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു, അമ്മയെ കടിക്കുന്നു? ടെൻഷൻ ഉണ്ട് ചെറുതായിട്ട്. ടെൻഷൻ ഇല്ലാതിരിക്കുമല്ലേ, എന്ത് ചോദ്യം ചോദിച്ചാലേ. അപ്പൊ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. കാരണം നമ്മുടെ പുറകെ എപ്പോഴും പാമ്പുണ്ടാകുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പൊ ഇവര് ഒരു 2 മാസം മുന്നേ ഒരു വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടു പോയി. ലത്തിന ചേച്ചി പ്രഗ്നന്റ് ആയിരുന്നു. കുട്ടി 9ാം മാസം അല്ലേ, 9ാം മാസം കുട്ടി വയറ്റിൽ വെച്ച് തന്നെ കുട്ടി മരിച്ചുപോയി. അപ്പോൾ ലത്തിന ചേച്ചി ഒരു വളരെ മോശം സിറ്റുവേഷനിലായിരുന്നു. 5 ദിവസം കുട്ടി വയറ്റിലുണ്ടായിരുന്നു മരിച്ചതിന് ശേഷം. അതിനുശേഷമാണ് കുട്ടിയെ പുറത്തൊക്കെ എടുത്തത്. ഒരുപാട് പ്രോബ്ലംസിനെ അഭിമുഖീകരിച്ച് സാമ്പത്തികമായിട്ടൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ പറ്റുന്നവരെ നിങ്ങൾ സഹായിക്കുക കൂടി വേണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കണം. ഞാൻ ഇവരുടെ ഗൂഗിൾ പേ നമ്പർ തരാം. അപ്പോൾ ഈ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ ജീവിക്കുന്നു, നമുക്കൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഈ പ്രശ്നങ്ങളിൽ നമ്മൾ വീണു പോകാതെ ചേർത്ത് നിർത്തുന്ന നല്ലൊരു പ്രവണത നമുക്കൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇവരൊന്ന് ചേർത്ത് നിർത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുക, ഇവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നും ആശംസ പറയാനില്ല, കാരണം ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ അതിന് കാര്യവും കാരണങ്ങളിലൊക്കെ എന്താണെന്നുള്ളത് ആർക്കും കൃത്യമായിട്ട് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. ഡോക്ടേഴ്സൊക്കെ പലതും പറയുന്നു. അപ്പോൾ ജീവിതം പാമ്പ് കടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ സന്തോഷം സുഖമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. വലിയ പ്രതിസന്ധിയിലാണ്, കടവും വക്കാണും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മോള് പഠിക്കുന്നു, വേറൊരു കുട്ടിയും കൂടെ ഉണ്ട്. ഇവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവരുടെ വീട്ടിൽ വന്നപ്പോൾ ഇവരുടെ വീട്ടിലൊന്നും ഒന്നുമില്ല, ഇവരിയ്ക്കാൻ ഒരു കസാര പോലുമില്ല. സാഹചര്യങ്ങളും ചുറ്റുപാടും വളരെ മോശമാണ്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളൊന്ന് ഒരു മനുഷ്യനെ തിരിച്ചറിയുമ്പോഴാണ് നമ്മളിലെ മനുഷ്യത്വം പൂർണ്ണമാവും. അപ്പോൾ ഇനി എപ്പിസോഡ് കാണുമ്പോഴേക്കും